ഹായ് വെൽക്കം ടു ദ വീഡിയോ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് പ്ലാന്റ്സിനെ പരിചയപ്പെടാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, ഒന്ന് ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക. ഇതൊരു സെയിൽ വീഡിയോ ആണ്. നമ്മൾ പ്ലാന്റ്സൊക്കെ സെയിൽ ചെയ്യുന്നത് DTDC കൊറിയർ വഴിയാണ്. പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേയോ ആണ്. അപ്പോൾ ഒക്കെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ക്ലോക്ക് വൈൻ, മൈസൂർ ട്രംപറ്റ് വൈൻ, പിന്നെ ലേഡി ഷൂ പ്ലാന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ പ്ലാന്റാണ്. ഇതിനടുത്ത് ഈ പ്ലാന്റിൻ്റെ നമ്മളടുത്ത് വെരിഗേറ്റഡ് ടൈപ്പും ഉണ്ട്, സാധാ ടൈപ്പും അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൻ്റെ പൂക്കളുടെ ആ ഒരു ആകൃതി ഒരു ഷൂ മോഡലാണ്. അതാണ് ഈ പ്ലാന്റിന് വെരിഗേറ്റഡ് ഷൂ പ്ലാന്റ് എന്നൊക്കെ പേര് കൊടുക്കാൻ കാരണം. ഇതൊരു ക്രീപ്പർ പ്ലാന്റാണ്. പല ഭാഗങ്ങളിലും ഇതൊരു അലങ്കാര സസ്യമായിട്ടും വളർത്തുന്നുണ്ട്. ഇതിൻ്റെ തണ്ടിൽ നിന്നാണ് പൂക്കൾ താഴേക്ക് തൂങ്ങിക്കിടന്നാണ് ഉണ്ടാവുന്നത്. അതാണ് ഈ പ്ലാന്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. പൊതുവെ സൂര്യനെ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണിത്. സൂര്യപ്രകാശത്തിലും ഇനി കുറച്ച് തണലുള്ള സ്ഥലങ്ങളിലാണെങ്കിലും ഈ ചെടി നല്ല രീതിയിൽ തന്നെ വളർന്നു കിട്ടും. നല്ല നീർവാർച്ചയുള്ള മണ്ണാണ് ഈ ചെടിക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത്. ഈ ചെടിയുടെ വളർച്ചയ്ക്ക് അനുസരിച്ചുള്ള വളം ഇതിന് കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ നനവാണെങ്കിലും അതെ, നമ്മൾ വരണ്ട കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നനച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതിൻ്റെ അടിയിൽ വെള്ളം കെട്ടി നിൽക്കാതെ പരമാവധി നോക്കേണ്ടത് നല്ലതാണ്. ഈ പ്ലാന്റിന് ഇരുമ്പ്, മഗ്നീഷ്യം ഒക്കെ അടങ്ങിയിട്ടുള്ള വളങ്ങൾ നൽകുന്നതാണ് നല്ലത്. അത് ഇതിൻ്റെ ഇലകളുടെ മഞ്ഞളിപ്പ് പോവാനൊക്കെ നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ പ്ലാന്റിന് നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് 50 രൂപയാണ്. നെക്സ്റ്റ് നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് ജസ്റ്റീഷ്യ പ്ലാന്റ് ആണ്. തുടർച്ചയായി 7 അല്ലെങ്കിൽ 8 മാസം ഫ്ലവേഴ്സ് തരുന്ന ഒരു പ്ലാന്റാണ് ഈ ജസ്റ്റീഷ്യ പ്ലാന്റ് എന്ന് പറയുന്നത്. നമ്മളടുത്ത് ഇപ്പോൾ ഇതിൻ്റെ പിങ്ക് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 2-3 വെറൈറ്റി കളറിൽ ഇതിൽ പൂക്കൾ വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കെയറിങ്ങോ കാര്യങ്ങളോ ഒന്നും വേണ്ടാത്ത ഒരു പ്ലാന്റാണ് ഈ ജസ്റ്റീഷ്യ പ്ലാന്റ് എന്ന് പറയുന്നത്. ഇതിനിപ്പോൾ നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് 40 രൂപയാണ്. നെക്സ്റ്റ് നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് ലൻഡാന പ്ലാന്റ് ആണ്. അതായത് നമ്മുടെ കൊങ്ങിണിപ്പൂവ്, അരിപ്പൂവ് എന്നൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ ഏത് സാഹചര്യങ്ങളിലും വളരുന്ന ഒരു പൂവാണ് ഈ കൊങ്ങിണിപ്പൂവ് എന്ന് പറയുന്നത്. ഈ പ്ലാന്റിന് ഒരുപാട് സവിശേഷതകളുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ തണ്ട് പേപ്പർ നിർമ്മാണത്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇലയിൽ നിന്നും പൂവിൽ നിന്നുമായിട്ട് ഒരു തരം സുഗന്ധ ദ്രവ്യം വേർതിരിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഈ പ്ലാന്റിൻ്റെ ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ യെല്ലോയും പിന്നെ പിങ്ക് വൈറ്റ് ഷെയ്ഡ് വരുന്നതുമാണ്. ഇതിന് നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് 50 രൂപയാണ്. അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രം കിട്ടുന്നൊരു പ്ലാന്റാണ് ഈ മെലസ്റ്റോമേൻ്റെ യെല്ലോ പ്ലാന്റ് എന്ന് പറയുന്നത്. എല്ലാ സമയത്തും, അതായത് 365 ദിവസവും നമുക്ക് പൂക്കളെ സമ്മാനിക്കുന്ന ഒരു പ്ലാന്റാണ് ഈ മെലസ്റ്റോമ എന്ന് പറയുന്നത്. നല്ല ഉയരത്തിലുള്ളതും അതിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പോകുന്നതുമായിട്ടുള്ള ഒരു പ്ലാന്റാണ് മെലസ്റ്റോമ. അതുപോലെ ഏത് കാലാവസ്ഥയിലും പൂക്കളെ സമ്മാനിക്കുന്ന ഒരു പ്ലാന്റാണ്. നമ്മുടെ പൂന്തോട്ടം മനോഹരമാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ഫ്ലവറിങ് പ്ലാന്റ്സിലൊരു പ്ലാന്റാണ് മെലസ്റ്റോമ പ്ലാന്റ്. മെലസ്റ്റോമ പിങ്ക്, വൈറ്റ്, വയലറ്റ്, യെല്ലോ എന്നീ 4 കളറിലാണ് പൂക്കൾ വരുന്നത്. ഈ പ്ലാന്റിന് ഇപ്പോൾ നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് 50 രൂപയാണ്. നെക്സ്റ്റ് നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് അബ്യൂട്ടിലോൺ പ്ലാന്റ് ആണ്. മാൽവേസി കുടുംബത്തിലെ ഒരു അംഗമാണ് ഈ അബ്യൂട്ടിലോൺ പ്ലാന്റ് എന്ന് പറയുന്നത്. ഈ പ്ലാന്റിന് ശരിയായ വെളിച്ചവും വെള്ളവും വളവും ഒക്കെ നൽകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവ നല്ല ആരോഗ്യത്തോടു കൂടെ നിലനിൽക്കും. ഭാഗികമായിട്ടുള്ള സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലമാണ് ഇവയ്ക്ക് നല്ലത്. നേരിട്ടുള്ള സൂര്യപ്രകാശം കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക. മണ്ണിന് എപ്പോഴും നനവുണ്ടായിരിക്കാൻ ശ്രദ്ധിക്കുക. പക്ഷേ കൂടുതൽ നനയ്ക്കരുത്. വേനൽക്കാലത്താണെങ്കിൽ കൂടുതൽ വെള്ളം ചിലപ്പോൾ നമുക്ക് നനയ്ക്കേണ്ടി വരും. വളത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ അതിൻ്റെ വളർച്ചയുടെ സമയത്ത് മാസത്തിലൊരിക്കൽ മാത്രം വളം നൽകിയാൽ മതി. ഈ പ്ലാന്റ്സും നമ്മളിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾ ആവശ്യക്കാരുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്യാം. അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ വാട്സപ്പ് കാറ്റലോഗ് കൊടുത്തിട്ടുണ്ട്, അതിനകത്തുനിന്ന് പർച്ചേസ് ചെയ്താലും മതിയാവും. അപ്പോൾ ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബായ്.